ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെയാണ് നമ്മൾ കുളിച്ച് സുന്ദരിയായിട്ട് ഏറ്റുമാനൂർ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നല്ല ചൂടായിരുന്നു കേട്ടോ. നല്ല ചൂടായിട്ട് ഞാൻ അകത്തെല്ലാം തൊഴുതിറങ്ങി. പിന്നെ നമുക്കിനി കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകണം. ആ കൃഷ്ണ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഇതേ ഈ പുള്ളിക്കാരനെ ഞാൻ കണ്ട് ഋഷഭത്തിനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഫുൾ മേക്കപ്പൊക്കെ ചെയ്ത്. അങ്ങനെ ഞാൻ ദേ വീട്ടിൽ വന്ന് ചക്ക തിന്നു. അതിൻ്റെ പുറകെ അമ്മ ജാതിക്ക പറിച്ചുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞ് അങ്ങനെ അതിൻ്റെ വീഡിയോ എടുത്ത് പിന്നെ നമ്മൾ വൈകുന്നേരം നേരെ തിരുനക്കര അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പം വൈകുന്നേരം നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ച് അവിടെ ചെന്ന് ഞാനും അമ്മയും ചെന്നപ്പോൾ തന്നെ മഴ പെയ്യോ ഇല്ലയോ എന്നുള്ള പേടിയിലാണ്. പക്ഷേ മഴ പെയ്ത് ഓൾറെഡി. എന്നാലും കച്ചവടക്കാരെല്ലാം എടുത്ത് മാറ്റി വെച്ചവർ പിന്നെ എല്ലാം അടുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ടൈപ്പ് സാധനങ്ങളും അതേ കൃഷ്ണനൊക്കെ ഇരുന്ന് മഴയത്ത് കുളിച്ചങ്ങ് സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നു. കലങ്ങൾ, ഭരണികൾ, കമ്മലുകൾ, ഫുഡ് എല്ലാം ഉണ്ടായിരുന്നേ. അങ്ങനെ അമ്പലത്തിൽ പോവുകയാണ്. എനിക്ക് അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ ഇതെല്ലാം കണ്ടാൽ പിന്നെ എനിക്കൊരു പിച്ചിളകും. ഇതേ പാത്രങ്ങൾ, പിന്നെ ചാട്ട്, കമ്മൽ കടയാണ് കൂടുതലുണ്ടായിരുന്നത്. അങ്ങനെ വെറൈറ്റി കമ്മലൊക്കെ ആയിട്ട് ജിമിക്കി ജിമിക്കി പെണ്ണേ എന്നുള്ള പാട്ടൊക്കെ ഇട്ട് ജിമിക്കി എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊന്ന് നോക്കാൻ തന്നെ തോന്നും. അങ്ങനെ അതൊക്കെ നോക്കി നിന്നപ്പോഴാണ് ഇത് ഈ കലാരൂപം അവിടെ വന്നത്. ഇതിൻ്റെ പേരെന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ സാധനം പിള്ളേരുടെ നേരെ ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പേടിച്ചിട്ട് ഫോൺ മാറ്റി പിടിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ ഫ്രണ്ടിൽ പോയി നിന്ന് വീഡിയോ എടുക്കുക. അപ്പോൾ ഇത് ഏത് കലാരൂപമാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു. അങ്ങനെ തിരുനക്കര അമ്പലത്തിൽ ഇന്ന് വലിയ വിളക്കായിരുന്നു. അപ്പോൾ വിളക്കിൻ്റെ ഫുൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. മഹാലക്ഷ്മി എന്ന് പറഞ്ഞ വിളക്കിൻ്റെ ആ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റൊക്കെ പോലത്തെ ആൾക്കാരാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലാ ദൈവരൂപങ്ങളും വെച്ചിട്ട് വിളക്കുകളും ശിവൻ്റെ ലിംഗവും അതൊക്കെ വെച്ചിട്ടുള്ള വിളക്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കലാരൂപം കുറേ നേരം താലപ്പൊലിയോട് കൂടിയാണ് അമ്പലത്തിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെ ഞാൻ ഇവരുടെ ഇതെല്ലാം ഇങ്ങനെ വീഡിയോ എടുത്ത് ഫ്രണ്ടിൽ തന്നെ പോയി നിൽക്കുന്നത്. എനിക്കൊരു പേടിയുണ്ട് എങ്ങാനും അടുത്തോട്ട് ഓടി വരുമോ എന്ന്. അങ്ങനെ ഞാൻ ആ സൈഡിൽ നിന്ന് ഇവരുടെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ. അമ്മ എന്നെ നോക്കി പൊക്കത്ത് സ്റ്റെപ്പിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. കാരണം അമ്മയ്ക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല, അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട്. ഞാൻ സ്നാപ്പിലെടുത്ത വീഡിയോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ കറങ്ങുന്ന വീഡിയോ സ്നാപ്പിലാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ആ വീഡിയോസും എല്ലാം എടുത്ത് ഞാൻ അവിടെ തന്നെ നിന്ന് ഇവരുടെ കുറേ സംഭവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ കറങ്ങുന്നുണ്ട്, വാള് വെച്ചിങ്ങനെ വീശുന്നുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഏതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന കഥകളി, ചാക്യാർകൂത്ത്, മറ്റേ മുടിയേറ്റ്, ഇത് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഞാൻ പറഞ്ഞത്. അറിയുന്നവർ ദയവായി മെൻഷൻ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിതെല്ലാം കണ്ടിട്ട് ഞാൻ ആ സൈഡിൽ നിന്ന് വീഡിയോ എടുത്തപ്പോഴത്തേനും ഈ രൂപങ്ങൾ ഇങ്ങനെ നിന്ന് ഡാൻസ് കളിക്കുന്നു. അപ്പോഴാണ് ഏറ്റവും അവസാനത്തെ പുള്ളി ഇങ്ങനെ കയറി പോകുമ്പോഴത്തേനും എന്നെ ഇങ്ങനെ ഇത് കാണിച്ചിട്ട് പോയത്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ശിവലിംഗം ആ വിളക്കിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച് അങ്ങനെ അതും ഞാൻ വീഡിയോ എടുത്ത് സൂം ചെയ്തങ്ങ് എടുക്കുന്നത് കണ്ടാൽ തോന്നുന്നു S23 അൾട്രയാണ്. റിയൽമി നാർസോയിലാണ് ഈ സൂം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവിടെ ഒരു ഭരതനാട്യമോ മോഹിനിയാട്ടോ നടക്കുന്നുണ്ടായിരുന്നു. അതവിടെ ഇരുന്ന് അതിൻ്റെ വീഡിയോയും എടുത്ത് ഞാനും അമ്മയും കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഓർത്ത് എങ്കിൽ അകത്ത് കയറി തൊഴാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും എഴുന്നള്ളിപ്പും പിന്നെ വിളക്കും തുടങ്ങും. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തൊഴാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞ് തൊഴാമെന്ന്. അപ്പോൾ ഞങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ ഈ വിളക്കെല്ലാം കൊണ്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചേച്ചിമാരെല്ലാം എണ്ണ ഒഴിച്ച് അത് കത്തിക്കാനുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴിട്ടിറങ്ങിയപ്പോൾ ഞങ്ങൾ ചെരുപ്പ് ഊരിയിട്ടിടത്ത് മുഴുവൻ ആന. എന്ത് ചെയ്യുന്നറിയാതെ ഞങ്ങൾ സൈഡിൽ കൂടെ ഓടി വന്ന് ചെരുപ്പെടുത്ത് വന്ന്. അപ്പം ആനയെല്ലാം നിരന്ന് തിടം പേറ്റി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ വീഡിയോ എടുത്ത്. ആനയെ കണ്ടാൽ പിന്നെ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ എനിക്ക് ആ ഏരിയയിൽ നിന്ന് പോകണം. അങ്ങനെ ഞാൻ അമ്മയും കൂടെ പേടിപ്പിച്ച് ഞാനും അമ്മയും കൂടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന്. വിളക്ക് തിരിച്ച് കയറി വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. പക്ഷേ തിരക്ക് കൊണ്ട് ഞങ്ങൾ തിരിച്ച് കയറി പിന്നെ പോയില്ല. പിന്നെ പോയ വഴി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോയി. അപ്പോൾ കൃഷ്ണൻ്റെ ആദയം വെച്ചിട്ടുള്ളത്, ഭദ്രകാളിയുടെ രൂപം വെച്ചിട്ടുള്ള വിളക്ക്, അങ്ങനെ കുറേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കടയിലും പോയായിരുന്നു കേട്ടോ. അങ്ങനെ കടാലോ ചാട്ട്, കടല, ബിരിയാണി, മറ്റേ കഴിക്കാനുള്ള ബജ്ജി, കമ്മലുകട, ചിന്തിക്കട. അതിനിടെ ഞാൻ കടല മേടിച്ചു. കടല എൻ്റെ ഫേവറേറ്റാണ്. നോർമൽ സാധാ കടല അത് മേടിച്ചു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ഇങ്ങനെ ബജ്ജി കഴിക്കാമല്ലോ. ബജ്ജി കഴിക്കാമെന്ന് വെച്ചപ്പോഴത്തേനും 50 രൂപ. പിന്നെ ഞാൻ ബജ്ജി മേടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ തിരുനക്കര എല്ലാം ഇങ്ങനെ കറങ്ങി കണ്ട് ബജ്ജി. പിന്നെ ഞാൻ അവസാനം ഓർത്തെങ്കിൽ ഏത്തക്ക ബജ്ജി ആവാം. അങ്ങനെ ഏത്തക്ക ബജ്ജിക്ക് 30 രൂപയായിരുന്നു. അങ്ങനെ ഏത്തക്ക ബജ്ജി മേടിച്ചു. അത് കഴിച്ചുകൊണ്ട് ആ പുള്ളിയോട് ചോദിച്ചപ്പോഴത്തേന് എന്നെ കഴിഞ്ഞ് മുന്നേ വേറൊരു വലിയപ്പം വന്ന് ചാടിക്കറി മേടിച്ചുകൊണ്ട് പോയി. പിന്നെ എൻ്റെ എടുത്തിട്ട് അവൻ ചട്നി ഒഴിക്കാൻ അവരൊരു മടി. ഞാൻ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൻ ചട്നി എടുത്ത് എൻ്റെ കയ്യിൽ തന്ന്. അവനെൻ്റെ കൈ വെച്ചൊരു ഡിങ്കോൾഫിക്കേഷൻ. ഞാൻ പെട്ടെന്ന് തന്നെ വലിച്ചെൻ്റെ കൈ എടുത്ത്. എന്നിട്ട് നമ്മൾ ബജ്ജിയൊക്കെ കഴിച്ച് അമ്മയാണ് അവിടെ നോക്കി നിൽക്കുന്നത്.
ബജ്ജി കഴിച്ച് ദേ കമ്മൽ കടയൊക്കെ കണ്ട്